പയ്യന്നൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് തുടക്കമായി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുൾ റഹ്മാൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ കായിക രംഗത്ത് അടിസ്ഥാനപരമായ നിരവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയും. അതിൽ 100ഓളം വിദ്യാലയങ്ങൾ, പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ പദ്ധതികൾ, വലിയ സ്റ്റേഡിയം, മിനി സ്റ്റേഡിയങ്ങൾ വരെ നമ്മൾ വിദ്യാലയങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത്ലറ്റിക് മത്സരങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് 2 സിന്തറ്റിക് ട്രാക്കുകൾ മാത്രമായിരുന്നു കേരളത്തിലുണ്ടായത്. ഒന്ന് പാലായിലും മറ്റൊന്ന് തിരുവനന്തപുരത്ത്. പക്ഷെ ഇന്ന് 24 സിന്തറ്റിക് ട്രാക്കുകളുടെ പണി നമ്മൾ പൂർത്തീകരിച്ചത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി പദ്ധതിയിലൂടെ കേരളത്തിലെ കായിക രംഗത്ത് മാറ്റം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ മുമ്പ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലായിട്ട് ഇപ്പോൾ ജില്ലാ തലത്തിലേക്ക് നമ്മൾ വന്നു. അതിൻ്റെ താഴെ പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിൽ വരുമ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഘടനയിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ മൊത്തം വരുന്ന തുകയുടെ പകുതി ബഹുമാനപ്പെട്ട MLA ആണ് ഇന്ന് കായിക വകുപ്പിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അല്ലെങ്കിൽ അറിയിക്കുന്നത് മാത്രമല്ല, നിരവധി പദ്ധതികൾക്ക് അദ്ദേഹം പണം നിർമ്മിച്ചു കഴിയുന്നതിൽ. എന്നാൽ ഇനിയും നമ്മുടെ കുട്ടികൾക്കും തലമുറയ്ക്കും ഉതകുന്ന ഒരു കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നത്തെ ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവൃത്തി ഔദ്യോഗികമായി തുടങ്ങിയതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർ ഋതുപർണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ സരിൻ ശശി, വൈസ് ചെയർമാൻ പി. ശ്യാമള, PV ഷീബ, M. രാമകൃഷ്ണൻ, ശശി വട്ടകോവൽ, K. ശശീന്ദ്രൻ, സജിന പ്രിയേഷ്, TT സുചിത്ര, CK ബിന്ദു, AP വിനോദ് കുമാർ, TA സുരേഷ്, T അഷ്റഫ്, സിദ്ധ ഫൈസൽ, KP താഹിറ എന്നിവർ സംസാരിച്ചു. MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും കായിക വകുപ്പിൽ നിന്നും 50 ലക്ഷം രൂപയും ചേർത്ത് 1 കോടി രൂപ മുതൽ മുടക്കിയാണ് ഗ്രൗണ്ട് പുനർനിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.